പുട്ടിന് എണ്ണ തേക്കാനുള്ള പരിപാടി കേട്ടോ. കടക്കില് കാക്കോ ഷീറ്റൊക്കെ വിരിച്ചിട്ടുണ്ട്. ഹലോ ഗായ്സ്, അസ്സലാമു അലൈക്കും. അങ്ങനെ ലേഹ പരിപാടിയൊക്കെ കഴിഞ്ഞാണ്ട് ഇവിടെ നെയ്ച്ചോറും സാധനങ്ങളും ഉണ്ടാക്കുന്നുണ്ട്. ഉള്ളി ചിക്കനില്ല ഉള്ളിയും തക്കാളിയൊക്കെ ഉണ്ട്, മസാലകളുണ്ട്. അമ്മായി അവിടെ പുറത്ത് നല്ല ചെമ്പ് മോഡലാട്ടോ. കാരണം ഇന്ന് തന്നെ കുഞ്ഞുമാന് ഇന്നല്ല നാളെ രാവിലെ കൊടുക്കണം പറഞ്ഞാണ്ട്. അല്ലേ കുഞ്ഞുമാനെ, നിങ്ങൾ ഡയറിയിൽ നടക്കണേ സംഭവേ എന്താ ഉരുളി നാളെ രാവിലെ കൊടുക്കാനാ. ഇന്ന് വൈകുന്നേരം പെരി കൊണ്ടുപോയിട്ട് അവിടുന്ന് എടുത്ത് നാളെ കൊടുക്കാനല്ലേ. ചട്ടക എടുത്ത് അവിടെ വണ്ടിന്റെ അവിടെ കൊണ്ടുവച്ചിക്കണ്. ഇനി ഉരുളിമ്പാട് കിട്ടണം. അമ്മായി അവിടെ നല്ല മോറലാണ്. മോറി കഴിഞ്ഞോ? അതിന്റെ കരിയൊക്കെ കളയേണ്ടി വരും. തന്നപ്പോ കരി വല്ലാതല്ലേ ഇനി കരി ആക്കെ മതിയില്ലേ. ഉരുളി കൊണ്ടുപോയി വെച്ചോ? ഇനി ഞങ്ങളവിടെ കുറച്ചും കുത്തിരുന്നോളി. ഉരുളി അവിടെ ഉരുളി നിങ്ങൾ വണ്ടിമ കൊണ്ടുവച്ചു ആണോ? വണ്ടിമ കൊണ്ടുവച്ചു പോയി. അപ്പൊ കുഞ്ഞ വന്നപ്പോ ലേസം നെയ്ച്ചോറും അരി കൊടുന്നിക്കണ്. ലേസം ചോറുണ്ടാക്കാന്ന് കരുതി ഉമ്മ പരിപാടിയിലാണ്. ഇപ്പൊ ഇവിടെ കുത്തിരിക്കുന്നുണ്ട്. പിന്നെ എന്തൊക്കെ ഇപ്പൊ ചായ തരും കേട്ടോ. അവിടെ ഇരുന്നോളി. ലേഹി എങ്ങനെ ഉണ്ട് തിന്നാന്? രസമുണ്ടോ? ഒക്കെ പാട് തിന്നണല്ലോ എന്ന് ആലോചിച്ചിട്ടാണ് ഒരു ഇടങ്ങേറ്. ഇപ്പൊ കിട്ടിയില്ലല്ലോ ലേഹ്യോ. അത് ലേസം കൊടുത്തോക്കി ടേസ്റ്റിന്. എങ്ങനെയുണ്ടിപ്പാ? രസമുണ്ടോ? ഞാൻ ഇവിടെ കുറച്ചേരം ഇരുന്നളി അമ്മായി. അപ്പൊ ഉച്ചക്ക് തുടങ്ങിയ പരിപാടിയാണ്. പിന്നെ എങ്ങനെ നല്ല ടെമ്പറായിരുന്നോ? ടെമ്പറായിട്ടില്ല. നിങ്ങൾ ഇന്നാൾ ഉണ്ടാക്കിയ മാതിരിയല്ല. പൂമോക്ക് എങ്ങനെ നിങ്ങളും ഇമ്മി ഉണ്ടാക്കിയ ഡാറ് മാതിരി ഉരുക്കി കരിയിച്ചില്ലേ? ഇത് നല്ല ലൂസില്ലേ? ഇങ്ങനെയല്ല വേണ്ടിയേ? ആ അങ്ങനെ വേണ്ടിയത്. ആ ചട്ടി സാറാണ്. അപ്പൊ ഇനി അവിടെ ഇരിക്കി ചായ കുടിക്കും. ചട്ടി ഇങ്ങനത്തിലാ ഉണ്ടാക്കിയന്ന്? ചീനച്ചട്ടിയില് ഇങ്ങനത്തെ ഉരുളിയിലാണ് ഒരു ഉണ്ടാക്കിയ. എണ്ണയൊക്കെ മയക്കിയ ഉരുളിയില് എന്നാലേ ശരിയാവുള്ളൂന്ന്. എല്ലാം വേച്ചു തിളപ്പിച്ചില്ലേ? നിങ്ങൾക്ക് അറിയില്ല ലേഹ ഉണ്ടാക്കാന്? നെയ്യും പറഞ്ഞ് ഇറക്കുക. കുഞ്ഞുമാനെ പഴിച്ചു. ലേഹം കൊറേ ഉണ്ട്. നിങ്ങൾ കണ്ടില്ലേ? അതിന് കുപ്പി കിട്ടുമോ ചോദിച്ചു. തടി കൂടട്ടെ. തടി ഓവറാണല്ലേ? ലേഹ്യം നെയ്യ് അത്യാവശ്യം ഉണ്ട്. പിന്നെന്തൊക്കെ? പിന്നെ നമ്മളെ കുട്ടിക്ക് എന്ന് പറഞ്ഞാല് കുളിക്കച്ചില് തുടങ്ങണം നാളെ തൊട്ട്. അപ്പൊ സാധനങ്ങളൊക്കെ ഇല്ല. രാസനാദിപ്പൊടി അതിനല്ലേ പറയത് തല്ലി തേക്കണേ. പിന്നെ വയമ്പും കായവും വാങ്ങിക്കണ. കുത്തല സാധനമുണ്ട്. അമ്മായി ഇവിടെ കുഴങ്ങിയിരിക്കുന്നുണ്ട്, നടക്കുന്നുണ്ട്. ഇവര് രണ്ടാളും ഇവിടെ ചായ കുടിയാണ്. ഞങ്ങളുടെ ബേക്കിലുണ്ടായിന്ന് എടുത്തോളി. മോണ്ടിന് പനിയായിട്ട് കോറി പൊടിച്ച് കുത്തിരിക്കുക കേട്ടോ. രക്ഷയില്ലല്ലടാ. മുണ്ടാട്ടോ ഇല്ല. കൊണ്ടുപോകാനുണ്ടല്ലേ? നാളെ പണിയില്ലേ? നല്ല കറുത്ത് കരിപ്പൊട്ടിയേക്കണം. ഇന്നലെ എവിടെ വണ്ടി എടുത്തപ്പോ നിങ്ങളെ മാത്രം കുറവുണ്ട്. നിങ്ങൾ എവിടെ ചോദിക്കും? നമുക്ക് വണ്ടി ആയില്ലേ?
നമുക്ക് ടൂർ ആണോ ഇൻഷാല്ലാ അല്ലേ? ഓമിനി ഉണ്ട്, ഇതും ഉണ്ട്, എല്ലാത്തിലും കയറിയോണ്ട് പോവുക. സൈക്കിൾ ഓട്ടും, സൈക്കിള് സ്കൂട്ടി ഓട്ടും. ഓല് പഠിച്ചാൻ പോണത് ഞങ്ങളും പോകും പഠിച്ചാൻ. കുന്മാനും വിളിച്ചാൽ മതി പഠിപ്പിച്ചാന്. കുന്മാനെ അറിയോട്ടാന്. ഒരീസോ ഇവലീസോ ഗ്രൗണ്ടിൽ പോയി പഠിച്ചല്ലേ. ഓമിനിയൊക്കെ ഓട്ടും, വണ്ടി ഓട്ടും. ഞാനൊക്കെ അത് പിന്നെ പെരിന്തൽമണ്ണക്ക് പണ്ട് റിതുനായിട്ട് നമ്മള് പോക്കില്ലേ, അങ്ങനെയൊക്കെയാണ് കഥ. അപ്പൊ വണ്ടി നോട്ടൂല. ബൈക്ക് ഓട്ടും, സ്കൂട്ടി ഓട്ടും. വണ്ടി കിട്ടിയപ്പോ അതാണ് അവസ്ഥ. എന്താ പിന്നെ കാട്ടില്ലേ? ഇനി കൈ കിട്ടിയിട്ട് വേണമെന്ന് നോക്കാന്. കൈ കെട്ടി കഴിഞ്ഞാൽ ഒരൊറ്റ ദിവസം കൊണ്ട് ബേജാറായി തന്നെ നടക്കൂല. കൊണ്ടോയില്ലേ? ആരെയും ഒപ്പം പഠിപ്പിച്ചാന്? ഇനിയിപ്പോ ഒരാഴ്ച കൊണ്ട് കിട്ടും. എന്തൊക്കെയുണ്ട്, ബ്രേക്ക് ഉണ്ട്, പിന്നെ എന്തൊക്കെയാ പണിയുണ്ടോ? ബോഡി പണി എടുപ്പിച്ചില്ല. വണ്ടി ഒന്ന് നല്ല രീതിക്ക് ഒന്ന് ഓട്ടാൻ വേണ്ടിട്ട് അമ്മയുടെ കുത്തിരിക്കി ഇപ്പൊ കഴിയാനായി. ഒരാഴ്ച കൊണ്ട് കിട്ടൂല. 45. എത്ര പണി എടുക്കണേ? 10-15 രൂപ. അപ്പൊ നല്ല വണ്ടിയാവൂലേ? പെയിന്റ് അടിച്ചല്ലോ. ബോഡി ഒന്നും കാട്ടില്ലല്ലോ, ഉള്ളു എഞ്ചിനും കാര്യങ്ങളും. പിന്നെ ആക്കുമ്പോലെ പിന്നെ അതിന്റെ എഞ്ചിനും കാര്യങ്ങളും ഇവിടെ കിട്ടാല്ലേ? കാണിച്ചില്ലേ? ഇല്ല, പിന്നാക്കാം. സീറ്റുകാരൊക്കെ ചെറുതല്ലേ, പിന്നാക്കുമ്പോലെ വണ്ടി നല്ല രീതിക്ക് കുറെ ദൂരം ഓട്ടാൻ വേണ്ടിട്ട് അതുപോലെ പറഞ്ഞത് റിന്യൂവല് വൈകി ചെയ്യാൻ. അതായത് എത്ര മോഡലാണ്? 1990. പണ്ടത്തെ മോഡലാണ്. അല്ല, അപ്പൊ എന്റെ റിന്യൂവലായില്ലേ? ഇല്ല, റിന്യൂവല് 2-3 കൊല്ലം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതെ, റിന്യൂവല് ഇപ്പൊ തന്നെ ചെയ്ത് വെക്കാൻ പറഞ്ഞു. അത് ബോഡി മാത്രം പിന്നെ നോക്കിയാൽ മതിയായിരുന്നു. ബാക്കിയുള്ള ആ വണ്ടി പുതിയത് ഇപ്പൊ നമ്മളവിടെ കിട്ടാല്ല. ഉണ്ടോ? പുതിയ മോഡൽ കിട്ടും. പുതിയ ഈ വണ്ടി ഇട്ടല്ല, പണ്ടത്തെ കൊള്ളക്കാര വണ്ടി ഇല്ലേ? പണ്ടത്തെ ഈ വണ്ടി അവിടെ കാണലുമില്ലല്ലേ സംഭവം? പണ്ടൊക്കെ ഇങ്ങനെ കണ്ടിരുന്നു. വണ്ടി കാണുമ്പോ തന്നെ പേടിയാണ്. അറിയില്ല. പക്ഷെ അത് പറഞ്ഞല്ലോ കൊള്ളക്കാര വണ്ടിന്ന്. എന്തേ ചെറിയ കുട്ടികളെത്തേക്ക് മലക്ക് വരുന്നൊക്കെ നമ്മള് പറയണ കേക്കല്ലോ, ചിരിച്ചും കരയും. പകല് എന്തെന്നെ ഒരു വെടി ഒട്ടിയാലോ കേക്കൂല. ആജാതി ഉറക്കാണ്. അതിന് വേണ്ടിട്ട് രാത്രി 500 ബൾബ് കത്തിക്കണ അതേക്കാരം കണ്ണ്. നാളെ നാളല്ല, അടുത്ത ആഴ്ച മുട്ടിട്ടല്ലേ? മുടി കളയണല്ലേ? മുടി കളയണം. മുടി കളഞ്ഞിട്ടില്ല, കുളിപ്പിച്ചൽ തുടങ്ങിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഒക്കെ നേരം വൈകിക്കണേ. ഇനി നാളെ തൊട്ട് ഇൻഷാ അല്ലാ കുളിപ്പിക്കൽ തുടങ്ങണം. അപ്പം ആള് 3 300 3,200 ഉണ്ട് തൂക്കം. അപ്പം അത്യാവശ്യം തൂക്കം കാര്യങ്ങളൊക്കെ കഴിക്കണ്. പിന്നെന്തൊക്കെ വേറെ തന്നെ പോണ് നെഞ്ചി കടക്കൂല. ഞാൻ കടക്കാം കടന്നോടി. ലേഹിയടാ കുപ്പിട്ടില്ലല്ലോ? നാളെ കൊണ്ടുവരാം. നാളെ കൊണ്ടുവരാന്ന്. ആ മറ്റേ പാത്രം പറ്റൂല, ഞാൻ നാളെ കൊണ്ടുവന്ന വലുത്. അതില് പൊടിയാണ്. അതിൽ രണ്ടാമതും പൊടിച്ച് വെച്ചിക്കണ്. അപ്പൊ ഞാൻ എന്താ കാട്ട്? വേറെ കുപ്പി കിട്ടൂല? ഉണ്ടാവൂല അവിടെ? കിട്ടുമോ നോക്കി, അല്ലെങ്കിൽ അതിന്റെ ചെറുത് കിട്ടുമോ നോക്കി. എന്നാ ചെറുത് കിട്ടിയാല് ഈ പൊടിയാള് അയക്ക് ഇട്ടുവെച്ചങ്ങാണ്ട് ലേഹ്യ എത്തിക്ക് ഇട്ടേക്ക. ഇപ്പൊ കൊടുന്ന കുപ്പി വലിയ കുപ്പിയാണല്ലോ, നാളെ കൊടുന്ന. ഉമ്മക്ക് എന്താ പരിപാടി വെച്ചാല് ഉമ്മ കുട്ടികളെ പാൽക്കായ എടുത്തുങ്ങാണ്ട് തിന്നാണ്. ഗ്യാസിനൊക്കെ നല്ലാണോലോ അല്ലേ? ആ പാൽക്കായ കാട്ടി കൊടുത്താണിമ്മ എഴുതുന്ന പാൽക്കായ.
ആ പാൽക്കായത്തിന്റെ കല്ല് അത് ഞങ്ങളെ തൊള്ളിയില് ടീമ്പി തിന്നങ്ങള് പല്ലില്ലാത്ത നിങ്ങളെങ്ങനെ തിന്നുക പാൽക്കായ വള്ളത്തിലിട്ടേക്കുക ആ വയറുവേദനയൊക്കെ ഉണ്ടാവുമാണെങ്കിൽ ആ ഗ്യാസ് ആക്കിയത് ഇക്കാലം എന്താണ് ഗ്യാസ് ഉണ്ട് അറിയുണ്ട് വേദന. അങ്ങനെ എല്ലാവരും ചൊറിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു അല്ലമ്മ. പണിന്ന് കുറച്ച് ഓവറായിനി ലേഖ്യ പരിപാടി ഉണ്ടായോണ്ട്. ചെരുപ്പൊക്കെ കരുതി കൂട്ടി കൊടുന്നേക്കണ്. അമ്മായിന്റെ കാലുവേദന മുട്ടിന്റെ ലിഗ്മെന്റ് പോയില്ല എന്നാള് വീണതൊക്കെ ഒരു കഥയാണല്ലേ അമ്മായിയെ. മുട്ടുവേനൊക്കെ ഉണ്ട് മാറിയിട്ടില്ല. കാലിന്റെ പാട പൊട്ടിപ്പോയിക്കണേ അങ്ങനെ നടക്കേണ്ടത് തന്നെ ഉള്ളൂ. അസുഖം വന്നാ പിന്നെ മാറി കിട്ടാൻ പണിയാ. അപ്പൊ ഇവല് പോകാലോ ഒരുക്കത്തില മോണ്ടാ. അമ്മമ്മയൊക്കെ മാറ്റി പോകാലോ അമ്മമ്മ. തിന്നോണ്ട് മാക്ക് ഗ്യാസ് നേരത്തെ പൊറാട്ട നീട്ടേ ഗ്യാസ് എറിയ ചോറൊന്നില്ല. വായുളി കണ്ടാടെ ഇപ്പൊ അമ്മാനോട് ചോറുന്നോന്നൊക്കെ ചോദിച്ചാണ്. മേത്ത് വറ്റി ചാടിയാൽ ഉപ്പാന്റെ പോകൂല. കാരണം അജാതി രോമാണ് ഉപ്പാക്ക് പൂട. ആ പൊയ്ക്കോളി മോട്ടാ പൊയ്ക്കോളിട്ടോ പൊയ്ക്കോളി. ആ കവറൊക്കെ എടുത്തില്ല ഞങ്ങള് തലവേന്റെ ഗുളികയെ. ആ അപ്പൊ ഇന്ന് ഒന്ന് രാവിലെ ഒന്ന് ഉച്ചക്കും കുടിച്ചിക്കണ്. ആ പൊട്ടിന്റെ ബാക്കി തരാം ഇപ്പൊ തരാം. ആ കുട്ടി മാന്തിയോലോ. 2 വട്ടം നഖം വെട്ടലും കാര്യമൊക്കെ കഴിഞ്ഞിരിക്കണ്. പക്ഷെ എപ്പോഴും മാന്താണ്. എപ്പോഴാ ഞങ്ങള് പോണി പെരീക്ക്? നാളെ മദ്രസ ഇല്ല, ഒരാൾ പോയാലും മതി. അപ്പൊ നിങ്ങൾ പോവാൻ നിക്കണല്ലേ? ഇന്ന് കൂട്ടിന് ഓനുള്ളൂ, മറ്റോൻ പോണില്ല. എല്ലാരും മറ്റോല് പോയി. റിതു പോണില്ലല്ലോ. റിതുവാ ഇവിടെ ബാബാ. കുട്ടി ഉറങ്ങിക്ക നല്ല തണുത്ത കാറ്റ്, നല്ല തണുപ്പുണ്ട്. അങ്ങനെ പോവുകയാണ് ഞങ്ങൾ പോട്ടോ ചട്ടി കൊണ്ട് പോവാം. പോവാ അങ്ങനെ ഓല് പോവുകയാണ്, ഞാൻ പോവില്ല. അങ്ങനെ ഓല് പോവാണ്, ഞാൻ പോണില്ല. ചട്ടിയൊക്കെ എടുത്ത് പോവാല്ലേ? ചട്ടിയൊക്കെ എടുത്ത് പോവാനടാ. അതാ പോണു. പോട്ടോ. എന്നാ പോയിക്കോളി. കേറി കുട്ടി കേറി. തൊയ്യാൻ പോവാണ്. തൊയ്യാൻ പോവല്ലേ നമുക്ക്? ഓക്കെ ചാച്ചാ. അങ്ങനെ ഓല് പോയി. അങ്ങനെ ഉരുളിയും കൊണ്ട് ഓല് പോയിട്ടോ. എങ്ങനെ ഇങ്ങോട്ട് വന്നത് അറിയില്ല. പോവാൻ നല്ല ഗതിയുണ്ട്.
വന്നത് മറ്റേത് എനിക്ക് വെച്ചിട്ട് എങ്ങനെ എങ്ങനെ വെച്ചിന് തൊള്ള അങ്ങോട്ട് അല്ല മൂട് ഇങ്ങോട്ട് തൊള്ള അങ്ങോട്ട് ആക്കി വെക്കണം മറ്റേ മൂട് അയിമച്ച് ഉരുളാണ് ആ അതാണ് ഇവിടെ പിടിച്ച് റെഡിയാക്കി. എന്താ അങ്ങനെ ഇന്നലത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞ് ഇന്ന് കുട്ടിന് എണ്ണ തേക്കാനുള്ള പരിപാടി കേട്ടോ. കടക്കില് കാക്കോ ഷീറ്റൊക്കെ വിരിച്ചിട്ടുണ്ട് കുട്ടിനെ കടത്തി എണ്ണ തേക്കാനില്ല. ഇത് ആദ്യമായിട്ട് നമ്മളെ കുട്ടിനെ കുളിപ്പിച്ചിട്ടില്ലേ? നല്ല തണുപ്പുണ്ടെന്ന് ഇത് കാണണ്ടേ കുളിപ്പിച്ചിട്ട് ഒക്കെ ഇവിടെ നോക്കിക്കട്ടെ എങ്ങോട്ട് പോണില്ല. നദി കടത്താ നമുക്ക്. എത്ര ആളാണ് കുട്ടിനെ ഇതാക്കാനും അറിയോ? ആളെണ്ണം കൂടി പോയില്ലമ്മ. പെരും തണുപ്പ് കിട്ടുന്ന നല്ല തണുപ്പാ. വലിയപ്പോ എന്തൊക്കെ കാട്ടി കൂട്ടിനെ അറിയില്ല. ഞാൻ പറഞ്ഞതാണ് അങ്ങനെ വലിച്ചല്ലേ അത് കെട്ടു ആ കുപ്പായ കെട്ടിടുങ്ങിയോ? പറഞ്ഞല്ലോ ഓൻ കെട്ടയച്ചതാ. അവനാ തല വലിച്ചാൽ വലിച്ചു ചൂടാണോ ചൂടത്ത് കടന്ന് അത്രയും കാലം ചൂടത്തെ ഇനി ഞാൻ ആദ്യമായിട്ട് വെള്ളം മേത്ത് കൂടെ നനച്ച് തുടക്കലേ. ഐഡിയ ഇല്ല. താളെ കൊഞ്ഞു കുച്ചാനാനും വരെ എന്നെ കുത്തിയാവാനേ എന്തായി പൊണ്ണുങ്ങൾ കോട്ട പണ്ടാലും എന്നും ഇല്ലാത്തവരെ കാട്ടിക്കൂട്ടിൽ ഇന്ന് കാട്ടുണ്ടല്ലോ വിചാരിച്ചിണ്ടാവൂ. എന്നാ സുഖത്തിൽ ഇങ്ങനെ കടക്കല്ലേ. ആ അത് ഇവിടെ ഉണ്ട്. അപ്പൊ അവന്റെ കയ്യിൽ സോപ്പ് ഇട്ടില്ലടാ. ആ പാത്രത്തിൽ സോപ്പ് ഇട്. ഇതുവാ നമ്മളങ്ങനെ സോപ്പ് എന്താ അതേപോലെ പൗഡർ ഒക്കെ എടുത്ത് വെച്ചിക്കണം. ഒക്കെ വലിയ കാട്ടിക്കൂട്ടിയതാട്ടോ. പെട്ടിയൊക്കെ തപ്പി സാധനങ്ങളൊക്കെ എടുത്ത് റെഡിയാക്കി വെച്ചിക്കണം. ഇനി കുളിപ്പിച്ചാൽ മതി. ആ കുളിപ്പിച്ചാൽ കൊണ്ടുപോകുന്ന ഞാൻ തൊട്ടുകാട് ഇതാക്കല്ലേ ഇതിക്കിട്. ഇപ്പൊ നമ്മൾ യൂസ് ചെയ്യണ ഹിമാലയല്ല ഇപ്പൊ സെബാമെട്ടാണ് ഉണ്ട്. കഴിഞ്ഞിട്ട് ഇത് നോക്കാം. ഒരാൾ അവിടെ കുട്ടീനെ വെയിറ്റ് ചെയ്ത് നിൽക്കണം കേട്ടോ. എന്നാ സോപ്പ് കഴിച്ചങ്ങാണ്ട് ഇതിക്കിട്ടാ ഇതിക്കിട്. ദച്ചിമ്മ കൊണ്ടേ കൊടുക്കാം. കുട്ടീനെ എടുക്കട്ടെ. അയച്ചട്ടെ കടിച്ച് പല്ല് കളഞ്ഞിട്ട് എങ്ങനെ എന്റെ പല്ലിപ്പത്തന്നെ ആകാനായോ? ഇന്നിപ്പോ നമ്മള് കുറച്ചേരം എണ്ണയിച്ച് കടത്തിയിട്ടുള്ളൂ. ഇനി നാളെ തൊട്ട് അത്യാവശ്യം നേരം കടത്താം. ഉണ്ടാക്കണേ അവിടെ അവിടെ ടേബിൾ മേ സീറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി റെഡിയായി കുട്ടിനെ കുളിപ്പിച്ചാൽ കൊടുക്കാൻ വേണ്ടി നിൽക്കുന്നുണ്ട്. എവിടുന്നാ കുളിപ്പിച്ചാന്ന് സീറ്റൊക്കെ ഒപ്പിച്ചില്ലമ്മ. ആ എന്താ സംഭവം? ആ നമ്മളെ പൊട്ടിയ കസാരന്റെ അതിന്റെ സീറ്റ് സെറ്റായി കിട്ടി. കാക്കാര് നോക്കി നിക്കാണ്. ആദ്യമായിട്ടല്ലേ ഞങ്ങൾ കാണുന്നു. ചളി ഉണ്ടല്ലേ മേത്ത്. കൊറേ അതില് കുളിപ്പിച്ചിട്ട് എത്ര തോത്തി തുടച്ചാലും ശരിക്കില്ല പോവില്ലല്ലോ. കരയരുത്. അപ്പം അല്ലേ കുട്ടീനെ കുളിപ്പിച്ചോണ്ടിരിക്കല്ലേ? എന്താ നിങ്ങക്ക് പറയാല്ലേ? ഞങ്ങൾക്കിപ്പോ എന്ത് ആദ്യമായിട്ടാണ് ചെറിയ കുട്ടികളെ കാണുന്നത്. അതുപോലെ അല്ല ഫിദാനെ അതൊന്നും എനിക്ക് ഓർമ്മ ഉണ്ടാവില്ല. ചെറുതായപ്പോഴല്ലേ എനിക്ക് കുയിന്തേനി. ഇവനെ ഇവണ്ടായെന്ന് എനിക്ക് കുയിന്തേനി. ഫിദൂന എനിക്ക് ഇഷ്ടല്ലേ കുട്ടീനെ? ഇല്ല ഞാൻ വിചാരിച്ചു ഓന് പറ്റൂല കുട്ടീനേന്നൊന്നും. സംഭവം ഓന് ഇഷ്ടാട്ടോ. എപ്പോഴും എടുക്കണം അല്ലേ? നോക്കി നിക്കൂനെപ്പോഴും. കളിച്ചാനൊന്നും പോകില്ല. രണ്ടാളും ഇവിടെ പെൺകുട്ടിയെ ഇനിയോ വിചാരിച്ചേ. ഫിദുവാ നിങ്ങള് നോക്കി കറിയാടാ.
എന്നെ രക്ഷപ്പെടുത്തു കാക്കുവോ, എന്നെ രക്ഷപ്പെടുത്തു അറിയാണ്. ചെറുക്കനെ കുട്ടിനെ കുളിപ്പിച്ചൊക്കെ കഴിഞ്ഞ് അവിടെ ഉറക്കിട്ടോ. കുട്ടിനെ ഉറക്കി. അപ്പൊ ഉമ്മ ഇവിടെ തുണികളൊക്കെ തിരുമ്പി കൊടുന്ന് വെച്ചിക്കണ്. ഞാൻ പറയാതെ തന്നെ മടക്കാട്ടോ ചങ്ങായി. ഇത് ഇന്നലെ ഞാൻ കൊണ്ടിട്ടപ്പോ മടക്കാൻ പറഞ്ഞിനി. ഇപ്പൊ ആള് അവിടെ കൊണ്ടുപോയിട്ടപ്പോ മടക്കുക. നല്ല രസല്ലടാ പണിയെടുക്കാന്. ഉണ്ണിക്കുട്ടിന്റെ ആയിട്ടാ മടക്കണില്ലേ? നല്ല ഉറക്കം. നല്ല ഉറക്കാണ്. കുളിപ്പിച്ചു കഴിഞ്ഞു. നല്ല ഉറങ്ങണ്ടില്ലേ ഇന്ന്? നല്ല മഴ ഉണ്ടോ മോനെ? അത് കുളിപ്പിച്ച് പൗഡറൊക്കെ ഇട്ട് ക്രീമൊക്കെ തേച്ച്. അങ്ങനെ കുട്ടിയുടെ കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ്. നിങ്ങൾ കണ്ടില്ലല്ലോ കുളിപ്പിച്ചത്? ഞാൻ കണ്ടില്ല, ഞാൻ പണിക്കോയതല്ലേ. കൊറേ കാലത്തിന് ശേഷം കുട്ടിനെ കുളിപ്പിച്ചു. തൂക്കൊക്കെ കൂടിയില്ലേ? മാഷാ അല്ലാ. കാക്കു വെക്കണ കുട്ടിനെ തുണിയെ കെട്ടി കൊടുക്കണം. അതിന്റെ അടുത്തുനിന്ന് പോണില്ല അപ്പളേ. അതിനെ നോക്കി അങ്ങനെ ഇരിക്കുക 24 മണിക്കൂറും. ഇല്ലടാ? കഷ്ണ തുണി മടക്കി തരിക, അതിനെ നോക്കുക, തുണി മാറ്റി കൊടുക്കുക, അതൊക്കെ തന്നെ പരിപാടി. കുട്ടിയാണേ. പിന്നെ എന്തൊക്കെ വർത്താനം? നിങ്ങള് ലേഹ്യ ഇടാൻ കുപ്പി ഇടുന്നീനില്ലേ? കുപ്പി തരണോക്കി ലേഹ്യ ഇടണം. നമ്മുടെ ലേഹ്യ ഇടുന്നുണ്ട്. അത്യാവശ്യം ലേഹ്യ ഉണ്ട്. ഇതിപ്പോ നമ്മള് പീടിന്ന് വാങ്ങണേ എത്ര ഉണ്ടാവുമ്പോ? നല്ല പൈസ ഉണ്ടാവൂലേ ഒരു കുപ്പിക്ക്? എന്താ വില? കാരക്ക ലേഹ്യം ആട് ലേഹ്യത്തിനൊക്കെ സംഭവം നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ഞാൻ തിന്നൂല ഇപ്പൊ ഞാൻ ഇന്ന് അത്യാവശ്യം തിന്നിക്കണം. അധികം ചമക്കൊന്നും വേണ്ട, അലിഞ്ഞു പോകുന്നുണ്ട്. തിന്നോളി. തടി കൂടൂലേ? തടി കൂടണ്ട, പള്ളൊക്കെ ഓവറാണ്. അത്യാവശ്യം ലേഹ്യം പക ടേസ്റ്റ് ഒക്കെ പൊട്ടീന്. ഇപ്പൊ നിങ്ങളെ മാതിരി തടി കൂടും. നിങ്ങൾക്ക് 2 ആൾക്കും ഉണ്ട് ഒരു കൊട്ട പള്ള. അതാദ്യം കളഞ്ഞേരി പട ഇരിക്കുന്നുണ്ട് കേട്ടോ. ആര്? കുപ്പി തെരഞ്ഞ് സൂപ്പർ മാർക്കറ്റിലുണ്ട്. ഇനി അവിടുന്ന് കൊണ്ടുവരാൻ പറഞ്ഞ ഇതില് കൊണ്ടൂല. ഇത് ഞാൻ ഹോർലിക്സ് കുമ്പാട് മാറ്റേണ്ടി വരൂല അമ്മ? വേറെ കുപ്പി സംഭവം ഉണ്ട്, നല്ലോണ്ട്. അത്രയും വലിയ നിങ്ങൾ കൊടുന്നപ്പോ വിചാരിച്ചു എന്തിനാ റബ്ബ് ഇത്രയും വലിയ ഉരുളിന്ന്. പിന്നെ അതിലുണ്ടാക്കിയപ്പോ സംഭവം അതിക്ക് വേണം. അങ്ങനത്തെ ഉരുളിയിലാണ് അടി പിടിച്ചാതെ കിട്ടുക. കരിഞ്ഞിട്ടൊന്നുമില്ല. ഇതിലൊന്നും ഒട്ടി പിടിച്ചിട്ടില്ലല്ലേ? ഒക്കെ കിട്ടി. എല്ലാം വൃത്തിക്ക് അമ്മായി നല്ല അടിപൊളിയായിട്ട് ഉണ്ടാക്കി തന്നിട്ട് നല്ല സൂപ്പർ ആയിക്കണം. നല്ല ടേസ്റ്റും ഉണ്ട് കേട്ടോ. നല്ല കട്ടിയില്ലാതെ നല്ല തൊള്ളിലിട്ട് അരിഞ്ഞു. സത്യം പറയാ ഞാൻ തിന്നുന്നു. മറ്റൊരു ഉറപ്പ് കട്ട മാതിരി ഉണ്ട്. ഇത് ഉറപ്പൊന്നുമില്ല. ആ അലിഞ്ഞു പോവാണ് തൊള്ളിയിലിട്ട. അപ്പൊ അമ്മനെ സമ്മതിച്ചാണ് കേട്ടോ. അമ്മയ്ക്ക് നല്ല ഉണ്ടാക്കാൻ അറിയും. ആ കൊടുത്തിരുന്നു. അല്ല ഹോർലിക്സിന്റെ കുപ്പി ലേസട്ടൊക്കെ എടുക്കാന് ബാക്കി ഫ്രിഡ്ജിക്കും വെക്കാം. ഒന്നായിട്ട് ഇട്ടച്ച കേടരൂലേ? കേടരൂല? കൈ ഇടരുതല്ലേ കുട്ടികള് എടുക്കണെങ്കിൽ? ഇതൊക്കെ ഞാൻ തിന്ന് കഴിച്ചണല്ലേ? പിന്നെന്താ ചെന്ന തിന്നോ? മറ്റേ പൊടി അതിന്റെ ഉള്ളിൽ അതില് കാണൂലേ ഇനി. സംഭവം എന്താ വെച്ചാല് ആ പൊടി കുപ്പിയില്ലേ ഇനി അതില് പൊടി വേറെ കുപ്പിക്കും മാറ്റി
ലേഹ്യം തീ കിട്ടു. ഇനി കുട്ടികൾ കാണും നമ്മ പറയും. ഇത്രയും കാലം കണ്ടിട്ടില്ല. അവർക്ക് ഇങ്ങനെ കുറച്ച് ചേർത്ത് കൊടുക്കാന്നല്ലാതെ കണ്ടാല് ഒരു 2-3 ദിവസത്തിന് ആ പൊടിയൊക്കെ ഉണ്ടാവുള്ളൂ. കടലി അതൊക്കെ പൊടിച്ച പൊടി. അപ്പൊ കുട്ടീന്റെ ചീർപ്പ് കണ്ടിട്ട് ഇത് എന്താണ് ചോദിച്ചിട്ടുണ്ട്. സംഭവം ഇങ്ങനത്തെ ചീർപ്പ് നമ്മൾ ആദ്യമായിട്ട് കാണുന്നതാണ്. നിങ്ങൾക്ക് വരാനല്ലോ, കുട്ടിക്ക് വരാനാണ്. അതൊരു ചീർപ്പ്, ഇതൊരു ചീർപ്പ്. നല്ല സോഫ്റ്റാ, കാണാൻ മാതിരില്ല, ഫ്രഷ് മാതിരില്ല. ഇത് വാർന്ന അവിടെ നിക്കും മുടി വാർന്ന കൊടുത്തേനി. അപ്പൊ കൊറേ കാലത്തിന് ശേഷം ഇപ്പ കുട്ടീനെ നിർത്താട്ടോ. ഞാൻ അങ്ങനെ എടുത്ത് നടന്നപ്പോ പറഞ്ഞിന്റെ മടിയിലൊന്ന് വെച്ചോണ്ടായിരുന്നു. പപ്പാന്റെ കയ്യിൽ കൊടുത്താണ്. നോക്കണ്ടല്ലോ അമ്മ. മഞ്ഞ പോകുണ്ടോണ്ട് ഇനി ഒന്ന് ടെസ്റ്റ് ചെയ്യണം പോയാണ്ട്. കുളിപ്പിച്ചില്ല ഇപ്പൊ? കരിയണൊന്നുമില്ല. ഇപ്പൊ ദരിയുടെ കടക്കിന് ഇപ്പൊ നീച്ചെന്നവിടെ ഇരിക്കണം. അപ്പൊ ഞങ്ങൾ കുട്ടീനായിട്ട് വന്നപ്പോ എന്റെ മടിയിലൊന്ന് വെച്ചോണ്ടായിരുന്നു. എവിടെയാണ് ഇതൊക്കെ? ഉറക്കീനി റിതുവിനെ പണ്ടില്ലേ ഗൾഫ് പോകാൻ നേരത്ത് തൊട്ടിലേനോന്. അന്ന് തറവാട്ടില ഞങ്ങള്. പിന്നെ ഫിദാനായെന്ന് ഇപ്പൊ അങ്ങനെ കണ്ടിട്ടില്ല ചെറുപ്പത്തില്. റിതുവിനെ വലിയോനായെന്ന് ഇപ്പൊ തൊട്ടീന്ന് കരഞ്ഞിട്ടാണ് ഗൾഫിക്ക് ഇറങ്ങിയത് രാത്രി. പൊട്ടല് പൊട്ടിയിട്ട് ഞാൻ പോണോ പോണ്ടേ ചിന്തിച്ച്. ഞങ്ങളില്ലാന്നൊന്നും ഇപ്പൊ അങ്ങനെ കരയിലില്ല, ഉള്ളിൽ ഒതുക്കി പോക്കാണ്. പക്ഷെ ഇത് ആദ്യമായിട്ട് ഒരു പേരക്കുട്ടി ഉണ്ടായെന്ന് നല്ല കരച്ചിലിരുന്നിട്ട് ഇറങ്ങി. ഉമ്മാക്ക് പേടിയാട്ടോ. കുറച്ചേരൊക്കെ അങ്ങനെ എടുത്തല് കുഴപ്പമില്ലല്ലോ. ഉണ്ടാതൊക്കെ ഉണ്ടല്ലോ.